എപ്പോഴും ഇത്തരം വീഡിയോകൾ വരുന്ന സമയത്ത് ഇതിനു മുമ്പ് നമ്മൾ കണ്ടതാണ് KSRT സവാദ വിഷയമാണെങ്കിലും ബസ്സിലുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കാര്യമാണെങ്കിലും ഇങ്ങനെ ഒരു വീഡിയോ വരുന്ന സമയത്ത് പുരുഷനായിരിക്കും അവിടെ പ്രതിയായിട്ട് വരുന്നുണ്ടാവുക ഒരു ദുരനുഭവം ഉണ്ടായി എന്നുള്ളത്. ആൾക്കൂട്ട വിചാരണ നേരിടേണ്ടി വരുന്നത് എന്തുകൊണ്ടായിരിക്കും? ഇവിടെയാണ് കുറച്ച് ശരി. കുറേ ആളുകളുടെ അഭിപ്രായം ഈ മാധ്യമങ്ങളിൽ വരുന്ന കമന്റ് ബോക്സിലായിട്ട് മാറുന്നു, നവമാധ്യമങ്ങൾ അത് കോടതിയായിട്ട് മാറുന്നു. അപ്പം ഇത് കൂടുതൽ ഇതിന് വളാവല്ലേ ചെയ്യുക? അല്ല, വളാവുന്നേക്കാൾ ഉപരി എന്താണെന്നറിയോ, ഇപ്പോൾ ഈ ചെയ്തതിനെ നിയന്ത്രിക്കുക. കാരണം ഇതുപോലെ ഇട്ടാൽ അതിനുള്ള നിയമം വരുത്തുക. പോലീസിലാണ് ഇവൾക്കെതിരെ കേസ് എടുക്കുക. കാരണം ഒരെണ്ണയിൽ ഇപ്പൊ എടുത്തേ പറ്റൂ. ഞാൻ പറഞ്ഞ ഇതിനെയൊക്കെ കിടത്തണം ജീവിതകാലം മുഴുവൻ. ഒരു കുടുംബമാണ് നശിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ ആൾക്കാർക്കും ബോധം ഉണ്ടാവും, ഇനി ചെയ്താൽ പിടിക്കും, പെണ്ണുങ്ങൾക്ക് തിരിച്ചറിവുണ്ടാവണം, ശിക്ഷിക്കണം, നാട്ടപ്പട്ടി എടുക്കണം. കാരണം ഇതിപ്പോ ഒരു അനുഭവമായി. ഇതുപോലെ ഇനി എന്തൊക്കെ ചെയ്താൽ നിങ്ങൾ എന്ത് ചെയ്യും? വെറുതെ പോണം, നിങ്ങളെ മുട്ടി, നിങ്ങളെ തട്ടിയിട്ട് പോയി, അത് വീഡിയോ എടുത്ത് വീണ്ടും ഇട്ടാൽ നിങ്ങൾ എല്ലാവരും ആത്മഹത്യ ചെയ്യണോ? എല്ലാവരുടെ മനസ്സിലും അത്രയും കട്ടി കാണില്ല. ദീപക്കിന് കട്ടി കുറഞ്ഞുകൊണ്ട് ആ പാവം പോയി ആത്മഹത്യ ചെയ്തു.